ഇന്ത്യയിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് VIT അഥവാ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. VITയിലേക്കുള്ള വിവിധ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ VIT ട്രിപ്പിൾ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയാണ്. VIT ട്രിപ്പിൾ 2026 ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 31, 2026 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. VIT എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലാണ്. മെയ് 2ാമത്തെ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ മെയ് 2nd വീക്കിൽ ഓൺലൈൻ കൗൺസിലിംഗും ആരംഭിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രമാത്രം മികച്ചതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് NIRFലെ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2025 റാങ്കിംഗ് അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ 14ഉം എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ 16ഉം അതുപോലെ തന്നെ റിസർച്ച് കാറ്റഗറിയിൽ 14ഉമാണ് VIT സ്വന്തമാക്കിയിരിക്കുന്ന റാങ്കുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് VIT. VITക്ക് പ്രധാനമായും 4 ക്യാമ്പസുകളാണുള്ളത്. പ്രധാന ക്യാമ്പസ് എന്ന് പറയുന്നത് VIT വെല്ലൂരാണ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കാറ്റഗറിയിലാണ് VIT വെല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. VIT വെല്ലൂരിൻ്റെ ഓഫ് ക്യാമ്പസായാണ് VIT ചെന്നൈ വർക്ക് ചെയ്യുന്നത്. ഇതുകൂടാതെ VIT അമരാവതി, VIT ഭോപ്പാൽ എന്നീ 2 ക്യാമ്പസുകൾ കൂടി VITക്കുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് VITയിലെ പ്രധാന ബിടെക് പ്രോഗ്രാമുകളെ കുറിച്ച് സംസാരിക്കാം. ഏകദേശം 49ഓളം ബിടെക് ബ്രാഞ്ചുകളാണ് VIT ഓഫർ ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ടത് 24 ബിടെക് ബ്രാഞ്ചുകൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി അനവധി സ്പെഷ്യലൈസേഷൻ അവിടെ ലഭ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് and robotics, then bioinformatics, blockchain technology, blockchain, cloud computing, automation, cyber physical systems, cyber security and digital forensic, cyber security, data analytics, e-commerce technology, education technology, gaming technology, health information തുടങ്ങി അനവധി പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. ഇതുകൂടാതെ ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 കോഴ്സുകളുണ്ട്. അതിലൊന്ന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റിയിലാണ്. എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 2+2 ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് ഇത് ഓഫർ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം VIT ചെന്നൈയിൽ നിങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം ഓസ്ട്രേലിയയിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അവസാന 2 വർഷം പഠിക്കേണ്ടി വരുന്നത്. അതായത് ഇന്ത്യയിലും ഓസ്ട്രേലിയയുമായിട്ട് ഒരു ബിടെക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് VIT ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇതുകൂടാതെ TCSുമായി സഹകരണത്തിൽ ഒരു ബിടെക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിസിനസ് സിസ്റ്റംസ് എന്നാണ് അത് ഓഫർ ചെയ്യുന്നത്. ഇതുകൂടാതെ അനവധി ബ്രാഞ്ചുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും അവിടെ ലഭ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, എംബഡഡ് സിസ്റ്റം, VLSI. ഇതുകൂടാതെ അനവധി ബ്രാഞ്ചുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും ലഭ്യമാണ്. അവയെല്ലാം ഓട്ടോമേറ്റീവ് ഡിസൈൻ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, സ്മാർട്ട് മാനുഫാക്ചറിങ്, റോബോട്ടിക്സ്. ഇതുകൂടാതെ കുറച്ചധികം ബ്രാഞ്ചുകൾ, അതായത് എയ്റോസ്പേസ്, ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എന്നിങ്ങനെ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബിടെക് ബ്രാഞ്ചുകളും തന്നെ VITയുടെ വിവിധ ക്യാമ്പസുകളിൽ ലഭ്യമാണ്. ഇനി നമുക്ക് VIT ട്രിപ്പിൾ എൻട്രൻസ് എക്സാമിൻ്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ളവരും അതുപോലെ തന്നെ OCI, PIO കാർഡ് ഹോൾഡേഴ്സിനും ഈ ഒരു VIT എൻട്രൻസ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, NRI കാറ്റഗറിക്കും അതുപോലെ തന്നെ ഫോറിൻ സ്റ്റുഡൻസിനും പ്രത്യേക ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ലഭ്യമാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. 2004 ജൂലൈ 1 അതിനുശേഷവും ജനിച്ചവർക്കാണ് VIT എൻട്രൻസ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യതയുള്ളത്. +2 എക്സാം പാസ്സായവർക്കും 2026 +2 എക്സാമിന് അപ്പിയർ ചെയ്യുന്നവർക്കും VIT എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ക്യാമ്പസ് എത്രമാത്രം മികച്ചതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പ്ലേസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. VIT ക്യാമ്പസുകൾ ഒരിക്കലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുറകിലല്ല. അവരുടെ ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം 14,576 പ്ലേസ്മെൻറ്റ് ഓഫേഴ്സാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. അതിലേറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത് 20 ലക്ഷവും അതിലധികവും CTC പാക്കേജ് ലഭിച്ച 567 വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. ഇനി 10 ലക്ഷവും അതിലധികവുമാണ് പ്ലേസ്മെൻറ്റ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ഏകദേശം 3025ലധികം വിദ്യാർത്ഥികൾ ആ ഒരു കാറ്റഗറിയിലുണ്ട്. 6 ലക്ഷവും അതിനു മുകളിലും പ്ലേസ്മെൻറ്റ് നേടിയവർ 3874 വിദ്യാർത്ഥികളാണ്. ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പ്ലേസ്മെൻറ്റുകൾ നൽകുന്നതിൽ VIT എന്നും മുൻപിൽ തന്നെയാണ്. VIT എൻട്രൻസ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലാണ്. ഒരു ദിവസം 2 ഷിഫ്റ്റ് എന്ന കണക്കിനാണ് എക്സാം നടത്തപ്പെടുന്നത്. ഇനി VIT എൻട്രൻസ് എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണ
പൂർണ്ണമായും ഓൺലൈൻ മോഡിലാണ് VIT EEE എൻട്രൻസ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റാണ് നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി ലഭിക്കുക. ഇനി നമുക്കതിലെ സബ്ജക്റ്റുകളൊന്ന് പരിഗണിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജിയിൽ നിന്നും 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ഫിസിക്സിൽ നിന്നും 35 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്നും 35 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിൽ നിന്നും 5 ക്വസ്റ്റ്യൻ, ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 10 ക്വസ്റ്റ്യൻ എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ ക്വസ്റ്റ്യൻസിൻ്റെ കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് എക്സാം പാറ്റേണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വർഷം മുതൽ VIT നെഗറ്റീവ് മാർക്കിംഗ് പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസേഴ്സിന് നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുമ്പം തെറ്റായ ആൻസറിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് -1 ആണ്. അതായത് കഴിഞ്ഞ വർഷം വരെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ ഈ വർഷം കൃത്യമായ കാൽക്കുലേഷനിൽ ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യണം എന്ന രീതിയിലേക്ക് അതിന് മുഴുവൻ സ്ട്രക്ചറും മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ എൻട്രൻസ് എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് പരിശോധിക്കാം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെ ഉള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ VIT EEE എൻട്രൻസ് എക്സാമിന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ +2-ൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ടോട്ടലായി 60%, അതുകൂടാതെ മാത്തമാറ്റിക്സിന് 50% സെപ്പറേറ്റ് ആയി നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും BTech പ്രോഗ്രാമുകൾക്കെല്ലാം അപ്ലൈ ചെയ്യുവാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും VITയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല എങ്കിലും അവിടുത്തെ ചില BTech പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില BTech പ്രോഗ്രാമുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. BTech ബയോടെക്നോളജി VIT വെല്ലൂർ ക്യാമ്പസിലും അതുപോലെ തന്നെ ചെന്നൈ ക്യാമ്പസിലും ലഭ്യമാണ്. അതുപോലെ തന്നെ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് VIT വെല്ലൂരിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൂടാതെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് VIT വെല്ലൂർ ക്യാമ്പസിൽ, ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി VIT വെല്ലൂർ ക്യാമ്പസിൽ, ബയോ എഞ്ചിനീയറിംഗ് ഭോപ്പാൽ ക്യാമ്പസിൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹെൽത്ത് ഇൻഫർമേഷൻസ് VIT ഭോപ്പാൽ ക്യാമ്പസിൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ടെക്നോളജി VIT ഭോപ്പാൽ ക്യാമ്പസിൽ എന്നീ ക്യാമ്പസുകളിലെല്ലാം തന്നെ മാത്സ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും BTech പ്രോഗ്രാമുകൾ പഠിക്കുന്നതിനുള്ള അവസരം VIT പ്രദാനം ചെയ്യുന്നു. പൂർണ്ണമായും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് VIT EEEയിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. VIT EEE എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് VIT-EEE.VIT.ac.in. ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫീ 1350 രൂപയാണ്. VIT എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു പ്രൊസീജിയറാണ് ഓൺലൈൻ ടെസ്റ്റ് ബുക്കിംഗ് പ്രൊസീജിയർ. അതായത് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റും അതുപോലെ തന്നെ ഷിഫ്റ്റും നിങ്ങൾ ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത് ഓൺലൈൻ ടെസ്റ്റ് ബുക്കിംഗ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ഓൺലൈൻ ടെസ്റ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലുടനീളം അനവധി ഓൺലൈൻ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് പരിഗണിക്കുകയാണെങ്കിൽ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓൺലൈൻ എക്സാം സെൻറ്റേഴ്സ് ലഭ്യമാണ്. ഇതുകൂടാതെ അനേകം ഇൻ്റർനാഷണൽ എക്സാം സെൻറ്റേഴ്സും അവൈലബിൾ ആണ്. ദുബായ്, അബുദാബി, ഷാർജ, കുവൈറ്റ്, മസ്കറ്റ്, ഖത്തർ, മലേഷ്യ, സിംഗപ്പൂർ, മനാമ എന്നിവിടങ്ങളിലും ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ലഭ്യമാണ്. VIT ക്യാമ്പസിലെ 2026-2027 അധ്യയന വർഷത്തേക്കുള്ള കോഴ്സ് ഫീ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ കോഴ്സ് ഫീ ഒന്ന് പരിശോധിക്കാം. അവിടെ BTech പ്രോഗ്രാമുകളെ 2 കാറ്റഗറി ആയിട്ടാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് A എന്നതിൽ സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഫാഷൻ ടെക്നോളജി എന്നീ ബ്രാഞ്ചുകളാണ് ഉൾപ്പെടുന്നത്. ഗ്രൂപ്പ് Bയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിൻ്റെ അനവധി സ്പെഷ്യലൈസേഷൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, റോബോട്ടിക്സ് തുടങ്ങിയ മറ്റ് ബ്രാഞ്ചുകളെല്ലാം ഗ്രൂപ്പ് Bയിലാണ് വരുന്നത്. ഗ്രൂപ്പ് Aയുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ട്യൂഷൻ ഫീ വരുന്നത് 1,73,000 രൂപയാണ്. ഇതുകൂടാതെ കോഷൻ ഡിപ്പോസിറ്റ് 3,000 രൂപയും വരുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് B പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്യൂഷൻ ഫീസ് ഒരു വർഷം വരുന്നത് 1,95,000 രൂപയാണ്. ഇതുകൂടാതെ ഒരു 3,000 രൂപ കോഷൻ ഡിപ്പോസിറ്റും വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഫീസ് സ്ട്രക്ചറാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിനേക്കാളും ഒരു ചെറിയ വർധനവ് ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ BTech പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒരു മികച്ച എക്സ്പോഷർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച അവസരം നൽകുന്ന ക്യാമ്പസുകളാണ് VIT ക്യാമ്പസുകൾ. VITയിലേക്കുള്ള ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. VITയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനും സന്ദർശിക്കുക VIT-EEE.VIT.ac.in. Thank you. Brilliant Study Center, India's #1 coaching center for NEET and JEE.